നിങ്ങളെപ്പോൾ ഈ ഊട്ടി തന്നെ ആണല്ലോ. അല്ല, ഈ ഊട്ടിയിൽ എന്താപ്പോൾ അതിന് മാത്രം കാണാനല്ലേ? ഞാൻ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളൊരു ചോദ്യമാണ് കേട്ടത്. സത്യം എന്താണെന്ന് വെച്ചാൽ ഈ ചോദിക്കുന്ന ആളുകൾ ചിലപ്പോൾ ഊട്ടിയിലെ ബൊട്ടാണിക്കൽ ഗാർഡനും ഭൈക്കര ഫാൾസും അങ്ങനെ കുറച്ച് വ്യൂ പോയിന്റുകളും മാത്രം കണ്ടവരായിരിക്കും കേട്ടോ. നീലഗിരി എന്ന് പറയുന്നത് ശരിക്കും ഒരു എക്സ്പീരിയൻസ് ആണ്. നമ്മൾ വെറുതെ പോയി സ്ഥലം കണ്ടു വരാൻ വേണ്ടി മാത്രമുള്ളൊരു സ്ഥലമല്ല. അവിടെ ഓരോ തവണ പോകുമ്പോഴും നമുക്ക് കിട്ടുന്നൊരു പോസിറ്റീവ് എനർജി ഉണ്ട്. അത് ശരിക്കും എക്സ്പീരിയൻസ് ചെയ്ത ആളുകളോട് ചോദിച്ചാലേ മനസ്സിലാവുള്ളൂ കേട്ടോ. യുനെസ്കോ അംഗീകരിച്ച ഇന്ത്യയിലെ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവ് ആണ് കേട്ടോ നമ്മുടെ നീലഗിരി. കേരളം, തമിഴ്നാട്, കർണാടക ഈ 3 സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന ഒരു ജൈവ വൈവിധ്യത്തിൻ്റെ കലവറയാണ് ശരിക്കും ഈ നീലഗിരി എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ നീൽഗിരീസ് എ ഷെയർഡ് വൈൽഡർനെസ് എന്ന് പറഞ്ഞ ഒരു ഡോക്യുമെൻ്ററി ഫിലിം ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. കാണാത്തവർ നിർബന്ധമായിട്ട് അതൊന്ന് കണ്ടു നോക്കണം. അപ്പോൾ മനസ്സിലാവും നീലഗിരിയിൽ ഇല്ലാത്തതായിട്ടൊന്നുമില്ല. ഊട്ടിയിലേക്ക് കയറി പോകാൻ ഒരുപാട് വഴികളുണ്ടെങ്കിലും മസിനഗുഡി വഴി ഊട്ടിയിലേക്ക് പോകുമ്പോൾ ഒരു പ്രത്യേകതയാണ്. പക്ഷേ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ഗൂഡല്ലൂർ ചുരം കയറി ഊട്ടിയിലേക്ക് പോകുന്നതാണ് കേട്ടോ.